ഡെങ്കി എന്ന് നമ്മൾ സ്വതവേ പറഞ്ഞു വരുന്ന പനി ഒരു വൈറസ് മുഖേന ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് മറ്റ് പനികളിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് അതിന്റെ പകരുന്ന ഒരു രീതി വെച്ചിട്ടാണ്. അതായത് ഒരു കാരണം അങ്ങനെയാണ്. അതായത് കൊതുകുകളാണ് ഈ രോഗത്തെ അല്ലെങ്കിൽ ഈ രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. അതുകൊണ്ട് കൊതുക് മുഖേന പടരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി. അത് നമ്മുടെ ഈ പ്രദേശത്ത് കൂടുതലായിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ കാലാവസ്ഥ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയും. അതായത് മഴയുണ്ട്, വെയിലുണ്ട്, അത് മാറി മാറി വരുന്നു. പ്ലസ് അന്തരീക്ഷത്തില് ഹ്യൂമിഡിറ്റി കൂടുതലായ സാഹചര്യത്തില് വളരെ നന്നായിട്ട് കൊതുകിന് നിലനിൽക്കാനും കൂടുതൽ എണ്ണത്തിന് വർദ്ധിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കൊതുകുകൾ ധാരാളമായിട്ടുണ്ട്. അവ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനി പകർന്ന് ഒരു കൂടുതൽ പേരിലേക്ക് എത്താനും സാധ്യതയുണ്ട്. വൈറസ് ആണ് ഈ രോഗത്തെ കാരണമാകുന്നത്. പക്ഷെ ഈ രോഗാണു, വൈറസ് എന്ന രോഗാണുവിനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊണ്ടു നടക്കുന്നത് കൊതുകുകളാണ്. പിന്നെ ഈ പനിയുടെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഈ പനിക്ക് സാധാരണ പനികൾ പോലെ തന്നെ പനി ഉണ്ടാവും, തലവേദന, അങ്ങനെ മറ്റു പല ലക്ഷണങ്ങളും ഉണ്ട്. പിന്നെ ഇതിനൊരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞത് നമുക്ക് നിലവിൽ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഒരു കൃത്യമായ വാക്സിനും നമുക്ക് ഈ ഒരു ഡെങ്കിപ്പനിക്ക് ഇപ്പോൾ നിലവിലില്ല. ഇതൊക്കെ മറ്റ് നിലവിലുള്ള പനികളിൽ ഇതിനെ കുറച്ച് വ്യത്യസ്തമാക്കുന്നു. പ്രധാനമായിട്ടും ഡെങ്കിപ്പനി എന്ന് പറയുന്നത് കൊതുകുകളുടെ കടി കൊണ്ട് തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ഈ രോഗത്തെ കൊണ്ടു നടക്കുന്നത് കൊതുകുകൾ തന്നെയാണ്. അല്ലാതൊരു മാർഗത്തില് ഡെങ്കിപ്പനി പകരുന്നില്ല. കൊതുകുകളുടെ കടി മൂലം ആണ് നമുക്ക് ഈ രോഗത്തെ കിട്ടുന്നത്. അതായത് ഒരു ഡെങ്കിപ്പനിയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊതുക് കടിക്കുമ്പോൾ അദ്ദേഹത്തിലുള്ള രോഗാണുവിനെ ഈ കൊതുകിലേക്ക് എത്തുന്നു. ആ കൊതുകിൽ നിന്ന് ഈ കൊതുകിന്റെ ശരീരത്തില് രോഗിയിൽ നിന്ന്, ഡെങ്കിപ്പനി രോഗിയിൽ നിന്ന് ഈ പറയുന്ന കൊതുകിന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു 8 മുതൽ 10 ദിവസം വരെ ചെറിയ മാറ്റങ്ങൾ കൊതുകിന്റെ ശരീരത്തിൽ തന്നെ ഈ രോഗാണുവിന് സംഭവിക്കുന്നു. രോഗാണു കൊതുകിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ സ്റ്റേജസിലൂടെ കടന്നുപോയി 8-10 ദിവസത്തിന് ശേഷം അതിന് ആ രോഗാണുവിനെ ഈ പറയുന്ന കൊതുകിലൂടെ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ആ കൊതുകിന് സാധിക്കും. അപ്പൊ കൊതുകെന്ന് ഞാൻ പറയുമ്പോഴും പലതരത്തിലുള്ള കൊതുകുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതില് ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത്. ഈഡിസ് കൊതുകുകളെ നമ്മൾ കണ്ടാൽ വേഗം തിരിച്ചറിയാം. നമ്മുടെ അതിന്റെ ശരീരത്തിലും അതിന്റെ കാലിലും ഒക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ് ഉണ്ടാവും. അപ്പൊ വേഗം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ഈ ഈഡിസ് കൊതുകുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഓൾമോസ്റ്റ് ഏത് സമയത്തും നമ്മളെ ബ്ലഡ് മീൽ, അതായത് നമ്മളെ കടിക്കാൻ സാധ്യതയുള്ളതാണ്. കൂടുതലായിട്ടും രാവിലെയും വൈകിട്ടുമാണ്. അപ്പൊ നമ്മളെ കടിച്ച ശേഷം അവ ഒരു 8-10 ഡേയ്സിന് ശേഷം ഈ പറഞ്ഞ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ കടിച്ചതിന് ശേഷം 8-10 ഡേയ്സ് അതിനുള്ളിൽ ചേഞ്ചസ് നടന്നിട്ട് അതുപോലെ തന്നെ മറ്റൊരാളിലേക്ക് അതിന് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഈഡിസ് കൊതുകുകൾ ഇടുന്ന മുട്ടകൾക്കും അതേ രോഗാണു, അതായത് ട്രാൻസ് ഒവേറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊതുക് ജന്മം നൽകുന്ന ലാർവകൾക്കും അതിന്റെ മുട്ടയിലും അതുവഴി ലാർവകൾക്കും ഈ പറയുന്ന ഡെങ്കി ഇൻഫെക്റ്റഡ് ആയിരിക്കും. സോ അവയ്ക്കും പിൽക്കാലത്ത് ഈ രോഗത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും അധികം ആളുകളിൽ ഒരേ സമയത്ത് ഡെങ്കി പകർന്നു പിടിക്കുന്നതായിട്ട് കാണുന്നത്. ഡെങ്കിപ്പനി നമുക്ക് എല്ലാ പനി പോലെ തന്നെ ബേസിക്കലി വൈറൽ പനികളുടെ ഒരു സ്വഭാവം പോലെ തന്നെ പനി ഉണ്ടാവാം. ആദ്യത്തെ 3 ദിവസത്തോളം ആ പനി നിലനിന്നേക്കാം. പനിയോടൊപ്പം തന്നെ ശക്തമായ ക്ഷീണം, തളർച്ച, ചിലർക്ക് വോമിറ്റിംഗ്, ഛർദ്ദിക്കാനുള്ള തോന്നലുകള്, അത്തരത്തിലുള്ള സിംറ്റംസ്, ശക്തമായ തലവേദന, ബോഡി പെയിൻ, ചിലരില് ഭയങ്കരമായ തളർച്ച, എല്ലാം ഇതിനോട് അനുബന്ധിച്ച് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. ഡെങ്കിയുടെ ഒരു രീതി അനുസരിച്ച് ആദ്യത്തെ ഒരു 3-4 ദിവസം വരെ പനി ഉണ്ടാവും. എന്നാൽ ആ പനി കഴിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. പനി ചിലപ്പം കുറഞ്ഞിട്ട്, പക്ഷെ ആ ഒരു പനി കുറയുന്ന ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ഫേസ് എന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാല് ഡെങ്കി രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ചെയ്യുന്ന ചില മാറ്റങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതായത് നമ്മുടെ രക്തക്കുഴലുകൾ, അതിലൂടെ നോർമലി നമ്മുടെ രക്തം കടന്നു പോകുന്ന രക്തക്കുഴലുകളുടെ പെർമിയബിലിറ്റി ആണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിന്റെ ഒരു ഘടകമായ പ്ലാസ്മ അത് ലീക്ക് ചെയ്യാൻ, പ്ലാസ്മ ലീക്കേജ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ രക്തത്തിലുള്ള നോർമൽ ഘടനയ്ക്ക് മാറ്റം വരും. നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്ലേറ്റ്ലെറ്റ്സ് വളരെയധികം താന്നു പോകുന്നതായിട്ട് ഡെങ്കിയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന
ഒരു ഉള്ള ഘടകങ്ങൾക്ക് വളരെയധികം വ്യതിയാനങ്ങൾ വരുന്നു. ബ്ലഡിലുള്ള ആ പ്ലാസ്മ ലീക്കേജ് കൊണ്ട് തന്നെ പുറത്തെ അതിന് ചുറ്റുപാടുമുള്ള ഭാഗത്ത് ഈ പറഞ്ഞ ലീക്കേജ് കൊണ്ടുള്ള മാറ്റങ്ങളും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രധാന അവയവങ്ങൾ ബാധിക്കാനും ഒക്കെ സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നടക്കുന്ന ഈ ഒരു ക്രിട്ടിക്കൽ ഫേസിലാണ്. അതായത് പനി തുടങ്ങിയ ഒരു 3 തൊട്ട് 4 ദിവസത്തിന് ശേഷം പനി ഒന്ന് ശമിക്കുമായിരിക്കും. അതിനുശേഷം നമ്മൾ കൂടുതൽ വിജിലന്റ് ആയിരിക്കണം. കാരണം പേഷ്യന്റിന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് പെട്ടെന്നുള്ള ഒരു ക്ഷീണമോ മറ്റ് സിംറ്റംസോ, കഠിനമായ വയറുവേദന, അല്ലെങ്കിൽ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറയുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് സിംറ്റംസ് ഉണ്ടാവാം. മലത്തില് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കളേർഡ് ആവുക, അല്ലെ ഗംസിൽ നിന്ന് മോണയിൽ നിന്ന് രക്തം വരിക, അത്തരത്തിലുള്ള പേഷ്യന്റ് ആ ഒരു ക്ഷീണം, തളർച്ച അധികമായിട്ട് അല്ലെ സിവിയർ ആയിട്ടുള്ള വയറുവേദന, ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് ആ ഒരു ക്രിട്ടിക്കൽ കേസിനെ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. ഡെങ്കി പല രീതിയിലുണ്ട്. ഒരു മൈൽഡ് വൈറൽ ഫീവർ ആയിട്ട് വന്നു പോവാം, വളരെ സാധാരണയായിട്ട്. ചില കേസസിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി കൂടെ സിവിയർ ആയിട്ട് വരാം. ചില സിറ്റുവേഷൻസിൽ അതിനെ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും. രക്തസ്രാവം, ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്, ശരീരത്തിന്റെ ഉള്ളിലും എവിടെയെങ്കിലും ബ്ലീഡിങ് സാധ്യതകൾ വർദ്ധിച്ചിട്ട് അതൊരു ഹെമറേജിക് രീതിയിലേക്ക് പോവാം. 4മതായിട്ട് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ, നമ്മുടെ പ്ലാസ്മ ഉണ്ടാവുന്ന മാറ്റങ്ങള്, അതിനെല്ലാം കൊണ്ട് നമ്മുടെ പ്രധാന അവയവങ്ങൾ, ശ്വാസകോശമാണെങ്കിലും നമ്മുടെ റീനൽ സിസ്റ്റം, കിഡ്നി, അതുപോലത്തെ പ്രധാന ഓർഗൻസിലെ എല്ലാം ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ഡെങ്കി ഷോക്ക് സിൻഡ്രോം, നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലി മെയിൻറ്റെയിൻഡ് ആവാൻ പറ്റാത്ത സാഹചര്യം, പേഷ്യന്റിന് നമ്മൾ ചിലപ്പോൾ കുറച്ച് അധികമായിട്ടുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് വേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് ഡെങ്കി ഷോക്ക് സിൻഡ്രോം. അപ്പം ഈ ഒരു പല രീതിയിൽ പല ഫോംസിൽ നമുക്ക് ഡെങ്കിയെ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെങ്കി ഷോക്ക് സിൻഡ്രോം, ഡെങ്കി ഹെമറേജിക് അഥവാ സിവിയർ ഡെങ്കു അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ, അല്ലെ പോയാൽ തന്നെ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രക്തസ്രാവം, അതായത് നമ്മുടെ ശരീരത്തിൽ ഡെങ്കിയുടെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് വരുന്ന വ്യത്യാസം, ബ്ലഡിന്റെ ഘടനയ്ക്ക് വരുന്ന വ്യത്യാസം, ഈ പ്ലാസ്മ ലീക്കേജ് കൊണ്ട് നമ്മുടെ സെൽസിന് ചുറ്റുപാടും അല്ലെങ്കിൽ സെൽസിനൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതുവഴി നമ്മുടെ പ്രധാന ഓർഗൻസ് ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇതെല്ലാം നമ്മുടെ റിസ്കിനെ കൂടുതലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കുന്നു, അതായത് അവയവങ്ങളുടെ ഡാമേജസും അല്ലെ പ്രശ്നങ്ങളും കൂടി ഉണ്ടാവുന്ന ഈ പറയുന്ന പോലെ റിസ്ക് അധികമായിട്ട് വരും. അപ്പം റിസ്ക് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. അതായത് ചില ആളുകളിൽ ഡെങ്കി വന്നാലോ അല്ലെ ഇത്തരത്തിലുള്ള ഡെങ്കി രക്തസ്രാവത്തിലോ ഷോക്കിലേക്ക് എത്താനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ വിജിലന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാറ്റഗറീസ് ഉണ്ട്. അതായത് മറ്റ് അസുഖങ്ങളുള്ളവർ, അതായത് ഡയബറ്റിസ് അഥവാ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളിൽ, പ്രഗ്നന്റ് ആയ സ്ത്രീകളില്, തീരെ കുഞ്ഞു കുട്ടികളിലും പ്രായമായവരിലും എല്ലാം നമ്മള് അല്ലെ ബ്ലഡിൽ തന്നെയുള്ള പലതരത്തിലുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനായി മരുന്ന് കഴിക്കുന്നവരോ അത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവരോ എല്ലാം ഈ ഒരു പോയിന്റിൽ അവർക്ക് എക്സ്ട്രാ കെയറും വളരെയധികം നമ്മൾ കോഷ്യസ് ആയിട്ട് അവരുടെ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യുകയും വേണം. ബേസിക്കലി ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ, പനി, തലവേദന, കണ്ണിന് പുറകിലുള്ള വേദന, മസിൽ പെയിൻ, അതികഠിനമായ ക്ഷീണം, ഇതെല്ലാം ഒരു വൈറൽ പനിയിൽ കാണുന്നതാണ്. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഒരാൾ ലക്ഷണങ്ങളോടുകൂടി വരുമ്പം നമ്മൾ ഇന്ന ഡിസീസുകളല്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിലൊന്ന് എന്തായാലും ഡെങ്കിപ്പനി തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ക്ലിനിക്കലി നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യും. അതിൽ പ്രധാനമായിട്ടും ടോട്ടൽ കൗണ്ട്, മൊത്തത്തിൽ ഉള്ള രക്തത്തിന്റെ കൗണ്ടുകൾ ശ്രദ്ധിക്കും. അതിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഘടന നോക്കും, അതിന്റെ അളവ് നോക്കും. ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, അത് നോക്കും. ടോട്ടൽ WBC കൗണ്ട്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാൻ. അതിന്റെയൊക്കെ അളവുകൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന ഒന്നാണ് NS1 ആന്റിജൻ. അതായത് ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ നമുക്കൊരു ഹിന്റ് തരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് NS1 ആന്റിജൻ ടെസ്റ്റ്.
അതുകൂടാതെ നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ രോഗാണു, ഏത് രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഒരു രോഗപ്രതിരോധ പ്രവർത്തനം നടക്കും. അതിന്റെ ഭാഗമായിട്ട് ആന്റിബോഡീസ് ഉണ്ടാവും. അത്തരത്തില് ഡെങ്കുവിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളുണ്ട്, IgM ആന്റിബോഡി. അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം വെച്ച് നമ്മൾ അതിനോടൊപ്പം തന്നെ മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എല്ലാം നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് നിർത്തി ക്ലിനിക്കൽ ആയിട്ടുള്ള സിംറ്റംസും ഈ ടെസ്റ്റുകളും കൂട്ടിച്ചേർത്ത് നിർത്തിയാണ് നമ്മളൊരു ഡയഗ്നോസിസിൽ എത്തുന്നത്. ഡെങ്കിപ്പനി വന്ന ഒരു പേഷ്യന്റ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെങ്കിപ്പനി എന്നുള്ള ഇത്തരത്തില് കൊതുക് മുഖേനയുള്ള രോഗമാണ്. കൊതുക് കടിക്കുന്നതിലൂടെ, രോഗാണുവിനെ വഹിക്കുന്ന കൊതുകുകൾ കടിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് പ്രിവെൻഷൻ ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിന് കൃത്യമായ ഒരു ഡെഫിനിറ്റ് ഇന്നത് മരുന്ന് കഴിച്ചാൽ ഇന്നത് മാറും എന്ന് പറയാനൊരു ഡെഫിനിറ്റ് ട്രീറ്റ്മെന്റ് ആയിട്ടില്ല. എന്താണോ രോഗിയുടെ ലക്ഷണങ്ങൾ അതിന് തത്തുല്യമായ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ധാരാളം വെള്ളം കുടിക്കണം, റെസ്റ്റ് ആവശ്യമാണ്, ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം, പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിനോടൊപ്പം പേഷ്യന്റ് അധികമായിട്ട് വോമിറ്റിങ്ങോ മറ്റു ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ എന്താണോ ആ ലക്ഷണങ്ങൾ അതിന് ചേർന്ന് നിൽക്കുന്ന ചികിത്സകൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടും എന്നാൽ ഒരു പ്രതിരോധ വാക്സിനും ഒരു പൂർണ്ണ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാത്തത് കൊണ്ടും നമ്മൾ ഇത് വരാതെ നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ വന്നതിന് ശേഷമാണെങ്കിൽ ഡെങ്കി വന്ന രോഗി എപ്പോഴും ആദ്യത്തെ ഒരു 4 തൊട്ട് 5 ദിവസം വരെ എങ്കിലും പ്രധാനമായിട്ടും ആ ഒരു പീരീഡിലാണ് നമ്മുടെ രോഗമുള്ള വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ വൈറസിന്റെ തോത് കൂടി കാണുന്നത്. ആ ഒരു സമയത്ത് എന്തായാലും മോസ്കിറ്റോ നെറ്റ്സിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റ് കൊതുകുകൾ വന്ന് പിന്നെയും കടിച്ചാല് ആ കൊതുകിന് അദ്ദേഹത്തിന് രോഗമുള്ളത് കൊണ്ട് ആ രോഗാണുവിനെ വീണ്ടും ലഭിക്കുകയും ഈ കൊതുകുകൾ തിരിച്ചു ചെന്ന് മറ്റുള്ളവരെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് രോഗം വന്ന വ്യക്തി തീർച്ചയായിട്ടും നെറ്റ്സിനടിയിൽ കിടന്ന് മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ച് കിടക്കാനും ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും അതിനുള്ളിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആള് പറയുന്ന കാര്യങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക, വായിൽ കൂടി വെള്ളം എടുക്കാൻ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ വായിലൂടെ തന്നെ വെള്ളം എടുക്കുക. അത് വെള്ളമാവാം, ORS ആവാം, ഹോംമെയ്ഡ് ഫ്ലൂയിഡ്സ് ആവാം, കരിക്കിന്റെ വെള്ളമാവാം, കഞ്ഞി വെള്ളമാവാം, അങ്ങനെ ധാരാളം ഫ്ലൂയിഡ് അപ്റ്റേക്ക് നടത്തുക. അതും അതിന്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കുന്നത് നമ്മൾ കുടിക്കുന്ന അളവിൽ തന്നെ നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് അതിന് തത്തുല്യമായ രീതിയിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക. അങ്ങനെ ആണെങ്കിൽ തന്നെ കാര്യങ്ങൾ അധികം പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നുള്ള കാര്യം, ഈ പറഞ്ഞ വ്യക്തിക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഡെങ്കിപ്പനി വന്നാൽ അതിന്റെ ഒരു കാരണം നമ്മുടെ ചുറ്റുപാടും ആ വീട്ടിൽ തന്നെ ഉള്ള ആളാണ് സ്ഥിരമായിട്ടെങ്കിൽ പ്രോബബ്ലി അദ്ദേഹത്തിന് പനി കിട്ടിയത് അദ്ദേഹത്തിന് ജോലി സ്ഥലത്ത് നിന്നാവാം, ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. ഏറെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എവിടേക്കാണോ അവിടെ നിന്നാവാം അദ്ദേഹത്തിന് മോസ്കിറ്റോ ബൈറ്റ് സാധാരണയായിട്ട് കിട്ടിയിട്ടുള്ളത്. ആ ചുറ്റുപാടില് ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോ ഉണ്ടാവും എന്നതാണ് അതിന് നമുക്ക് മനസ്സിലാവുന്നത്. ചുറ്റുപാടും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. ചെറിയ വാട്ടർ കളക്ഷൻസ് ആണെങ്കിലും അത് ഇല്ലാതാക്കുക. അത് ആക്ച്വലി നമ്മൾ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മളെ വീടും അതിന്റെ പരിസരവും ഇത്തരത്തില് വാട്ടർ കളക്ഷൻസ് ഇല്ലാതാക്കണം. ചിരട്ടയാവാം, ചിലപ്പോൾ ഒരു പ്ലാസ്റ്റിക് കൂടിന്റെ അത് ചെരിഞ്ഞു കിടക്കുന്നതിനെ കുറച്ചൊരു കുഴിവാവാം, അതെല്ലാം മതി ഇതിനെ മുട്ടയിട്ട് പെരുകാൻ. അപ്പൊ ഇത്തരത്തില് ആഴ്ചയിൽ ഒരിക്കല് നമ്മൾ ഡ്രൈ ഡേ, അതായത് ഇത്തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതെല്ലാം ഇല്ലായ്മ ചെയ്യാം. അതിന് ഡ്രൈ ഡേ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ എന്ന് ചോദിച്ചാല് ഈ മോസ്കിറ്റോ മുട്ടയിട്ട് പ്യൂപ്പ ലാർവയായിട്ട് ഒരു അഡൽട്ട് ആയിട്ട് എത്താൻ ഓൾമോസ്റ്റ് ഒരു 7 to 10 days എടുക്കും. അപ്പൊ ഈ ഒരു 7 to 10 days ഇടയ്ക്ക് നമുക്ക് ഈ ലൈഫ് സൈക്കിൾ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ അതൊരു അഡൽട്ട് മോസ്കിറ്റോ ആയിട്ട് മാറത്തില്ല. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ ഒരു സോഴ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ചെയ്യുവാണെങ്കിൽ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഡെങ്കി രോഗി ഉള്ള വീടാണെങ്കിൽ പ്രോബബ്ലി ചുറ്റുപാടും ഇതിന്റെ ഒരു ഫ്ലൈറ്റ് റേഞ്ച്, പറക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു 500 meters ആണ് ഈ കൊതുക്. അപ്പൊ ആ ഒരു റേഞ്ചിനുള്ളിൽ നമുക്ക് പൊട്ടൻഷ്യൽ സോഴ്സസ് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ട്രീറ്റ്മെന്റ് സൈഡിൽ നിന്ന് പ്രധാനമായിട്ടും രോഗിക്ക് ലക്ഷണങ്ങളോട് എന്തൊക്കെ ലക്ഷണങ്ങളാണോ അതിന് തത്തുല്യമായ ട്രീറ്റ്മെന്റ്, അതായത് പനിയുള്ള വ്യക്തിക്കാണെങ്കിൽ പനി കുറയാനുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും, പാരസെറ്റമോൾ ടാബ്ലറ്റ്സ്, അതിന്റെ ഡോസ് തത്തുല്യമായിട്ടുള്ളത് ആ ഒരു ടൈം ഇന്റർവെല്ലിൽ നമ്മൾ കൊടുക്കുക, പനിയെ ഒരു താഴ്ത്തി നിർത്തുക. കുട്ടികളിലാണെങ്കിലും വലിയവരാണെങ്കിലും അത് പ്രധാനമായിട്ടും ചെയ്യണം. പിന്നെ ഈ പറയുന്ന മറ്റു ലക്ഷണങ്ങൾ, ക്ഷീണം, തളർച്ച, അവയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ അമിതമായിട്ട് ചിലർക്ക് വോമിറ്റിംഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഓറലി ഫ്ലൂയിഡ്സ് എടുക്കുന്നത് കൃത്യമായിട്ട് ചെയ്യുക. ഇല്ല അതിനൊരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ അവര് ഫ്ലൂയിഡ്സ് ആയിട്ട് നമുക്ക് IV ഇൻട്രാവീനസ്ലി ട്രിപ്പ് ആയിട്ട് ഇടാൻ ശ്രമിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെമറേജിക്, ഡെങ്കിയുടെ തന്നെ സിവിയർ ഫോംസ് ആയിട്ടുള്ള ഹെമറേജിക് ഡെങ്കി അല്ലെ ഷോക്ക് സിൻഡ്രോം അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന് തത്തുല്യമായ മാനേജ്മെന്റും ഏതൊക്കെ ശരീര അവയവങ്ങളെ ബാധിച്ചു എന്നതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ഡെങ്കിപ്പനി ഒരു 1 തൊട്ട് 2 ആഴ്ച വരെ ഒരു നോർമൽ കേസിന് അതിന്റെ ലക്ഷണങ്ങളും അത് മാറിയുള്ള കാര്യങ്ങളും മാറാനുള്ള ഒരു സമയം ഒരു 1 to 2 weeks എന്തായാലും എടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെങ്കിയുടേതായ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു സിവിയർ ഡെങ്കു ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിനും കൂടെയൊക്കെ പോവുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ ദീർഘനാള് പേഷ്യന്റിന് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകേണ്ട സാഹചര്യം വരാറുണ്ട്. അല്ലാത്ത പക്ഷെ ഒരു മൈൽഡ് വൈറൽ ഫീവർ ആയിട്ടോ ഒരു ടിപ്പിക്കൽ വൈറൽ പനിയായിട്ട് കടന്നു പോവുകയാണെങ്കിൽ 1 തൊട്ട് 2 ആഴ്ച വരെയുള്ള സമയത്തിനുള്ളിൽ പേഷ്യന്റിന് ബെറ്റർ ആവാൻ സാധിക്കും. എന്നാലും അതിനുശേഷമുള്ള ആഴ്ചകളിലും പേഷ്യന്റിന് ക്ഷീണം ഉണ്ടാവാം, അല്ലെ ഒരു ഉന്മേഷക്കുറവൊക്കെ ഉണ്ടാവാം. അത് കാലക്രമേണ ആഹാരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ആഹാര രീതി കൊണ്ടും ഒക്കെയാണ് അതിൽ നിന്ന് പേഷ്യന്റ് റീഗെയിൻ ചെയ്യാൻ സാധിക്കുക. ഡെങ്കിപ്പനി വന്ന ശേഷം ആ ഒരു ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. ഹെയർ ഫോൾ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പേഷ്യൻസ് നമ്മളോട് പറയാറുണ്ട്. എന്നാലും ആ ഒരു ക്ഷീണം ഒഴിച്ച് മറ്റു ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ആയിട്ട് അത്രയധികം കണ്ടുവരാറില്ല. ഈ പറഞ്ഞ ഓർഗൻസിനെ ബാധിക്കുവാണെങ്കിൽ അല്ലെ ഓൾറെഡി എന്തെങ്കിലും രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലൊക്കെ ചിലപ്പോൾ ആ രോഗം കൺട്രോളിലല്ല നിൽക്കുന്നെങ്കിൽ അതെല്ലാം നമ്മുടെ മറ്റ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഇപ്പം പ്രമേഹമുള്ള ആളോ BP മരുന്ന് കഴിക്കുന്ന ആളോ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ രോഗം വന്ന് മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ പാരലൽ ആയിട്ട് നിൽക്കുന്ന മറ്റ് അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവാനും അതുകൊണ്ട് അവർക്ക് കൂടുതൽ നാള് ഹോസ്പിറ്റൽ വാസം ആവശ്യമായി വരികയും ചെയ്തേക്കാം. ഡെങ്കി വൈറസിന്റെ പ്രിവെൻഷൻ ആണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം ട്രീറ്റ്മെന്റ് നമുക്കൊരു മരുന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാനില്ല. നമുക്കൊരു വാക്സിനും ഇപ്പൊ നിലവിൽ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കാൻ പാകത്തിനില്ല. ഡെങ്കി വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്നാലും അതിന് ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. എവിടെ യൂസ് ചെയ്യണം, ഏത് പോപ്പുലേഷനിലെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പൊ നമുക്ക് ഒരു ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് അതിനായിട്ടൊരു മരുന്നോ അതിനായിട്ടൊരു വാക്സിനോ നമുക്കില്ല. അപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു രീതി. അതിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇത് കൊതുക് മുഖേനയാണ്. കൊതുകിന്റെ കൺട്രോൾ, അത് കൊതുക് എണ്ണത്തിൽ കുറയ്ക്കാൻ നമുക്ക് എൻവയോൺമെന്റിൽ ഇത്തരത്തിൽ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക. വാട്ടർ കളക്ഷൻസ് വീടിന്റെ ചുറ്റുപാടോ വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാൻ ചില സാഹചര്യങ്ങൾ, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് നമ്മൾ പോലും അറിയത്തില്ല അത് വന്ന് മുട്ടയിട്ട് പെരുകും. നമ്മൾ വീടിന് അകത്ത് തന്നെ ചിലപ്പോൾ പൊട്ടൻഷ്യൽ സോഴ്സസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടർ കളക്ഷൻസ് വീടിനകത്തോ പുറത്തോ നമ്മുടെ ചുറ്റുപാടിലോ ഉള്ളത് വൺസ് ഇൻ എ വീക്ക് നമ്മളത് ഇല്ലാതാക്കുക. രണ്ടാമതായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ ഈഡിസ് കൊതുക് രാവിലെയും വൈകിട്ടുമാണ് അധികമായിട്ട് കടിക്കുന്നത്, പകൽ സമയത്തും ഉണ്ട്. ഇനി ഇതിന് ആന്ത്രോഫിലിക് ഹ്യൂമൻസുമായിട്ട് വളരെ ഇണങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു കൊതുകാണ്. അപ്പം അത് ബ്ലഡ് നമ്മളെ കടിച്ച് അതിനാവശ്യമുള്ള ഫീമെയിൽ മോസ്കിറ്റോസ് ആണ് നമ്മളെ കടിക്കുന്നത്. അപ്പൊ അവര് ബ്ലഡ് മീൽ എടുത്തിട്ട് അവർ ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുന്നത് വീടിന്റെ ഉള്ളിലായിരിക്കാം. അങ്ങനെയൊക്കെ വളരെയധികം നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു സ്പീഷീസ് ഓഫ് കൊതുകുകളാണ് ഈഡിസ്. അപ്പം ഇതിനെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ കൊതുക് കടി ലഭിക്കാതെ അല്ലെങ്കിൽ കിട്ടാതെ ശ്രദ്ധിക്കാം. ഫുൾ സ്ലീവ് ഡ്രസ്സസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിപ്പലന്റ് ക്രീംസ് യൂസ് ചെയ്യുക. ഡോൺ ആൻഡ് ഡസ്ക് രാവിലെയും സന്ധ്യയോട് അടുക്കുന്ന സമയത്തുമാണ് ഏറെ ആയിട്ട് ഇതിന്റെ ബൈറ്റ്സ് കിട്ടാൻ സാധ്യത. അപ്പോൾ ആ ഒരു സമയത്ത് വിൻഡോസ് ആൻഡ് ഡോർസ് ക്ലോസ് ചെയ്യുക. അല്ലെ നൈറ്റിൽ കിടക്കുമ്പോൾ നമ്മൾ
മോസ്കിറ്റോ നെറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തില് ഉള്ള അഡീഷണൽ കാര്യങ്ങളൂടെ ചെയ്ത് ഒരു കാര്യം കൊണ്ട് മാത്രമല്ല നമ്മൾ പ്രിവെൻഷൻ ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കണം. ഒന്ന്, എൻവയോൺമെന്റിൽ ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക, വാട്ടർ സോഴ്സസ് കളക്ഷൻസ് ഇല്ലാതാക്കുക, പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ. നമ്മൾക്ക് കൊതുകടി കിട്ടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അത്തരം ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇതിലെല്ലാത്തിലൂടെയാണ് നമുക്ക് പ്രിവെൻഷൻ ചെയ്യാൻ സാധിക്കുക. പിന്നെ ഡെങ്കി വൈറസിന്റെ സീറോ ടൈപ്സ് ഞാൻ പറഞ്ഞു. അതായത് ഡെങ്കി വൈറസ് ഒരു ആർബോ വൈറസ് ആണ്. അതില് ഡെങ്കി വൈറസ് സീറോ ടൈപ്പ് 1, 2, 3, 4 ഉണ്ട്. ഈ 4 സീറോ ടൈപ്സും നമ്മുടെ നാട്ടില് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ഡെങ്കിപ്പനി വന്നൊരു വ്യക്തിക്ക് രണ്ടാമത് ഡെങ്കിപ്പനി വരുന്നതിന്റെ റിസ്ക് അധികമാണ്. അങ്ങനെ വന്നാൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു സെക്കൻഡ് ടൈം വരുന്ന ഇൻഫെക്ഷൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാണ് കണ്ടുവരുന്നത്. സീറോ ടൈപ്പ് ആദ്യം ഉണ്ടാക്കിയ ഇൻഫെക്ഷൻ സീറോ ടൈപ്പ് 1 ആണ്. സെക്കൻഡ് ടൈം ഉണ്ടാക്കുന്നത് വേറെ ഏതെങ്കിലും സീറോ ടൈപ്പ് ആണെങ്കിൽ അത് പിന്നെയും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. ഓൾദോ ആദ്യം ഒരു ഇൻഫെക്ഷൻ ഡെങ്കി വൈറസ് 1 ഉണ്ടാകും, അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവാം. പക്ഷെ ക്രോസ് ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് പറയും. ഒരു സീറോ ടൈപ്പ് കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, ആ സീറോ ടൈപ്പിന് പിന്നെ ഉണ്ടായാൽ ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ വി ആർ പ്രൊട്ടക്റ്റഡ്. പക്ഷെ മറ്റേതെങ്കിലും 2, 3, 4 ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ പിന്നെയും ഡെങ്കി വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പ്രിവെൻഷൻ. കൊതുകിന്റെ എണ്ണം കുറച്ച് വയ്ക്കുക, കൊതുക് കടി കിട്ടാതെ ശ്രദ്ധിക്കുക, അത്തരം കാര്യങ്ങൾ. എസ്പെഷ്യലി ഒരു മഴക്കാല സമയത്ത് മഴ വന്നും പോയി പിന്നെ വെയില് വന്നും പോയൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ആംബിയൻ ക്ലൈമറ്റ് ആണ് ഈ മോസ്കിറ്റോസിന് സർവൈവ് ചെയ്യാൻ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം.